എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NAS +2 ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിലെ 3 ചാപ്റ്ററുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 4ാമത്തെ ചാപ്റ്റർ ദി വേദിക് പീരീഡ് അഥവാ വേദകാലഘട്ടം. ആ ചാപ്റ്ററിൽ നിന്നും 4 വേദങ്ങളെക്കുറിച്ചും അതുപോലെ ആര്യന്മാരുടെ വരവിനെക്കുറിച്ചും അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ സ്ത്രീകളുടെ പദവി ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനൊക്കെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. 2 പാർട്ടുകളായിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് വീഡിയോയാണിത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹിസ്റ്ററിയിലെ 4ാമത്തെ ചാപ്റ്ററിലെ പാർട്ട് 1 വീഡിയോയാണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ആര്യൻസ്. ആര്യന്മാരെക്കുറിച്ച് ഒരു ചെറു വിവരണം നൽകുക. നമുക്കറിയാം, മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ഒരു ഇടയ വിഭാഗമായിരുന്നു ആരെന്ന് പറയുന്നത്, ആര്യന്മാരെന്ന് പറയുന്നത് അല്ലേ. BC 1500 അല്ലെങ്കിൽ BC 1500 ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പർവ്വതനിരകളിൽ നിന്ന് കടന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ആര്യന്മാരാണ് വൈദിക സംസ്കാരത്തിൻ്റെ സൃഷ്ടാക്കളെന്നാണ് കരുതപ്പെടുന്നത്. ഇവർ പല കാലങ്ങളിലായി പല സംഘങ്ങളായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. സപ്തനദികളുടെ നാടെന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്താണ് ഇവർ ആദ്യമായി വാസമുറപ്പിച്ചത്. വേദസാഹിത്യത്തിൽ നിന്നാണ് നമുക്ക് ഈ സംസ്കാരത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത്. അപ്പോൾ മധ്യേഷ്യയിൽ നിന്നും കുടിയേറിയ ഒരു ഇടയ വിഭാഗമായിരുന്നു. 1500 BC വടക്കു പടിഞ്ഞാറ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പർവ്വതനിരകളൊക്കെ കടന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണിവർ. ഇവരാണ് വൈദിക സംസ്കാരത്തിൻ്റെ സൃഷ്ടാക്കളെന്ന് കരുതപ്പെടുന്നു. പല സംഘങ്ങളായിട്ട് പല കാലങ്ങളിലായിട്ടാണ് ഇവർ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. സപ്തനദികളുടെ നാടെന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്താണ് ഇവർ ആദ്യമായി വാസം ഉറപ്പിക്കുന്നത്. വേദസാഹിത്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഇവരുടെ സംസ്കാരത്തെക്കുറിച്ച് ഇവരുടെ സവിശേഷതകളെക്കുറിച്ചൊക്കെ കൂടുതലായി മനസ്സിലാക്കാനും സാധിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, ആര്യന്മാരുടെ സംസ്കാരത്തെക്കുറിച്ച് എഴുതാനായിട്ട് മെൻഷൻ ദ പ്രൊമിനൻറ്റ് മാർക്കേഴ്സ് ഓഫ് ആര്യൻ കൾച്ചർ. അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, അതായത് അവരുടെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന അടയാളങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ചോദിക്കാം. അതായത് കുതിരകളുടെ തെളിവുകൾ, ഇവർ കുതിരകളെ ഉപയോഗിച്ചതായിരുന്നുള്ള തെളിവുകളുണ്ട്. ചക്രങ്ങൾ, തീ കൂമ്പാരങ്ങൾ, അതുപോലെ ശവസംസ്കാരം ചെയ്ത സ്ഥലങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാമുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. അതാണ് ഇവർ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ താമസിച്ചിരുന്നു അധിവസിച്ചിരുന്നു എന്നതിനുള്ള അടയാളങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ ദ സോഷ്യൽ ലൈഫ് ഓഫ് ആര്യൻസ് ഡ്യൂറിങ് ദ ലേറ്റർ വേദിക് പീരിയഡ്. ലേറ്റർ വേദിക് പീരിയഡും ഉണ്ട്, ഏർലി വേദിക് പീരിയഡും ഉണ്ട്. ഏർലി എന്ന് പറഞ്ഞാൽ ആദ്യകാല സംസ്കാരവും, ലേറ്റർ വേദിക് എന്ന് പറയുമ്പോഴത്തേക്കും അന്തിമകാലം അല്ലെങ്കിൽ പിൽക്കാലം, ഉത്തരവൈദികം, ഇങ്ങനെയൊക്കെ പറയാം. ആ കാലഘട്ടത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ ആര്യന്മാരുടെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ലേറ്റർ വേദിക് പീരീഡിനെ കുറിച്ച് എഴുതുക, ഉത്തരവേദ കാലഘട്ടത്തെക്കുറിച്ച് എഴുതുക, അങ്ങനെയും ചോദിക്കാം. ഏത് ചോദിച്ചാലും ഇനി പറയാൻ പോകുന്ന ആൻസറാണ് എഴുതേണ്ടത്. ഉത്തരവൈദിക കാലഘട്ടത്തിൽ ആര്യന്മാരുടെ സാമൂഹ്യ ജീവിതത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. നമുക്കറിയാം, BC 1000 മുതൽ BC 600 വരെയാണ് ഉത്തരവേദ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ വേദിക് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, സാമൂഹികമായിക്കോട്ടെ, രാഷ്ട്രീയം, സാമ്പത്തികവും മതപരവുമായ ഒരുപാട് കാര്യങ്ങളിൽ വൻപിച്ച മാറ്റങ്ങൾ ഉണ്ടാവുകയുണ്ടായി. പ്രധാനമായും കിഴക്കോട്ടുള്ള വ്യാപനം, അതായത് ഈ ആര്യവർഗത്തിൻ്റെ വിപുലീകരണം, വ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർ ഒരുപാട് ഇവിടെ കുടിയേറി പാർത്തതിനെക്കുറിച്ച് പറയുന്നതാണ്. വിപുലീകരണത്തിനും വ്യാപനത്തിനും ഉത്തരവേദ കാലഘട്ടം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അതുപോലെ ഇവർ സപ്തസിന്ധു മേഖലയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ഗംഗ, യമുന നദീതടങ്ങളിലേക്കും പിന്നീട് പടിഞ്ഞാറൻ ഉത്തരപ്രദേശത്തേക്കും ഒക്കെ നീങ്ങി. അതുപോലെ കുരുക്കൾ എന്ന ഗോത്രം ഡൽഹിയും ഗംഗാ യമുനാ തടത്തിൻ്റെ ഉത്തരഭാഗവും ഇവർ കൈവശപ്പെടുത്തി. ഈ പ്രദേശം പിന്നീട് കുരുക്ഷേത്ര, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കുരുക്ഷേത്ര എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. അപ്പോൾ പ്രധാനമായും ആര്യന്മാരുടെ വ്യാപനത്തെക്കുറിച്ച് പറയുമ്പോൾ ഉത്തരവേദ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആര്യന്മാരുടെ വിപുലീകരണവും വ്യാപനവും ഒക്കെ നടക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇവർ സപ്തസിന്ധു മേഖലയിൽ നിന്ന് പിന്നെ എങ്ങോട്ടേക്ക് പോവുകയാണ്, ഗംഗാ യമുന നദീതടങ്ങളിലേക്കും പിന്നീട് പടിഞ്ഞാറൻ ഉത്തരപ്രദേശങ്ങളിലേക്ക് നീങ്ങുകയുണ്ടായി. ഇവർ കുരുക്കൾ എന്ന ഗോത്ര വിഭാഗത്തെ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ ഡൽഹി ഗംഗാ യമുന നദീതടത്തിൻ്റെ ഉത്തരഭാഗവും കൈവശപ്പെടുത്തി. പിന്നീടാണ് ഈ പ്രദേശം കുരുക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. ഇവരുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം.
പ്രധാനമായും കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള ജീവിതമായിരുന്നു ആര്യന്മാരുടേത്. കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അതായത് കൃഷിയായിരുന്നു മുഖ്യമായ ഉപജീവന മാർഗം. ഏറെക്കുറെ സുസ്ഥിരമായ ജീവിതം, സ്ഥിരമായ ഒരിടത്ത് താമസിക്കുക, അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു ആര്യന്മാർക്കുണ്ടായിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു? അവരുടെ കുടുംബത്തിനായിരുന്നു. എപ്പോഴും കുടുംബത്തിന് പ്രാധാന്യം നൽകിയിരുന്നവരായിരുന്നു ആര്യൻസ്. ഉത്തരവേദ കാലഘട്ടത്തിൽ പലതരം വിളകൾ ഇവർ കൃഷി ചെയ്തിരുന്നു. പ്രധാനമായി ഇവരുടെ കൃഷി ബാർലി ആയിരുന്നു. നിങ്ങളിത് ഓർത്ത് വെച്ചേക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് ലേറ്റർ വേദിക് പീരീഡിനെ കുറിച്ച്. പിന്നെ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുള്ള മിക്കവാറും സംസ്കാരങ്ങളിലെയും അവരുടെ ജീവിത രീതി കൃഷി തന്നെയായിരിക്കും. മിക്കവാറും സംസ്കാരങ്ങൾ ഉടലെടുക്കുന്നത് നദീതീരങ്ങളിൽ തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് നദീതീരങ്ങളിൽ ഉടലെടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഏറ്റവും കൂടുതൽ ജലത്തിൻ്റെ ലഭ്യതയും വളക്കൂറുള്ള മണ്ണും അല്ലേ, അതെല്ലാം നദീതീരങ്ങളിലാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ നദീതീരങ്ങളെ ഉപജീവന മാർഗമായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് താമസിച്ചിരുന്നത് നദീതീരങ്ങളിലായിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ ബാർലി ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിള. അതുപോലെ കൃഷിക്ക് ഇവർ പ്രാധാന്യം കൊടുത്തിരുന്നു എങ്കിലും കന്നുകാലി വളർത്തൽ, സമ്പൂർണ്ണമായും കന്നുകാലി വളർത്തലിനെ ഉപേക്ഷിച്ചിരുന്നില്ല. കന്നുകാലി വളർത്തലും ഇവരുടെ ഒരു ഉപജീവന മാർഗമായിരുന്നു. വിവിധ തരം കൈത്തൊഴിലുകളും ഈ കാലഘട്ടത്തിൽ വികാസം പ്രാപിച്ചു. നെയ്ത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നു. സ്ത്രീകളാണ് ഏറ്റവും പ്രധാനമായും നെയ്ത്തിൽ വ്യാപൃതരായിരുന്നത്. അതുപോലെ വ്യാപാരവും വ്യവസായവും ചെറിയ തോതിൽ വികാസം പ്രാപിച്ചിരുന്നു. ഇത്രയും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു ആര്യന്മാർക്കുണ്ടായിരുന്നത്. കൃഷിയായിരുന്നു ഉപജീവന മാർഗം പ്രധാനപ്പെട്ടത്. എന്നാൽ ഇവർ കന്നുകാലികളെയും വളർത്തിയിരുന്നു. ഏറെക്കുറെ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കുന്ന ജീവിത രീതിയായിരുന്നു. കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. പിന്നെന്താണ്, ബാർലി ആയിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി വിള എന്ന് പറയുന്നത്. എന്നാലും ഇവർ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നു, വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. നെയ്ത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നു. സ്ത്രീകളാണ് കൂടുതലായും നെയ്ത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഇനിയെന്ന് പറയുന്നത് അവരുടെ ഇങ്ങനെ ഇവരെന്ത് ചെയ്യുകയാണ്, നെയ്ത്തിൽ ഏർപ്പെടുകയാണ്. ചെറിയ ചെറിയ ബിസിനസ് അല്ലെ, വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമുക്കറിയാം ചെറിയ ഗ്രാമങ്ങളിൽ നിന്ന് പിന്നീട് നാഗരിക ജീവിതത്തിന് തുടക്കം കുറിക്കും. അങ്ങനെ ഇവരുടെ ജീവിതം പിന്നീട് നഗരങ്ങൾക്കുള്ള വികസനത്തിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. പിന്നീട് നാഗരിക ജീവിതത്തിലേക്ക് മാറുകയുണ്ടായി. ഇനി ഇവരുടെ സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ജാതി വ്യവസ്ഥ നിലവിൽ വന്നു. അതുപോലെ കുടുംബത്തലവന് അധിക പ്രാധാന്യം നിലവിൽ വന്നു. സമൂഹത്തിലെ ഉയർന്ന സാമൂഹ്യ പദവി നഷ്ടപ്പെടാനിടയായി. പിന്നെന്താണ്, വിവാഹ നിയമങ്ങൾ കർശനമായിരുന്നതിനാൽ വിധവാ വിവാഹവും പ്രണയവിവാഹവും അനുവദിച്ചിരുന്നില്ല. പിന്നെ ആശ്രമ വ്യവസ്ഥയ്ക്ക് വികാസം പ്രാപിച്ചു. ബഹുഭാര്യത്വം അനുവദനീയമായിരുന്നു. വിവാഹ നിയമങ്ങൾ കർശനമായി. ശൈശവ വിവാഹം അനുവദിച്ചു. സ്വഗോത്ര വിവാഹ സമ്പ്രദായം ഇല്ലാതായി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇവരുടെ സാമൂഹ്യ വ്യവസ്ഥ എങ്ങനെയായിരുന്നു? അതായത് ജാതി വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നു. ജാതി വ്യവസ്ഥ നിലവിലുണ്ടായിരുന്ന സമൂഹമായിരുന്നു ആര്യന്മാരുടേത്. അവർ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ കുടുംബത്തിൻ്റെ തലവന് അല്ലേ അധികമായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നു. പിന്നെ ഇവരുടെ ഈ കാലഘട്ടത്തിൽ, വേദ കാലഘട്ടത്തിൽ ഇവരുടെ സാമൂഹികമായ ഉയർന്ന പദവി നഷ്ടപ്പെടുകയുണ്ടായി. ഇവരുടെ വിവാഹ നിയമങ്ങൾ വളരെ കർശനമായിരുന്നു. വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതായത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്ക് പിന്നീട് വിവാഹം ചെയ്യുന്നത് അനുവദിച്ചിരുന്നില്ല. അതുപോലെ പ്രണയവിവാഹവും അനുവദിച്ചിരുന്നില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ബഹുഭാര്യത്വം, ഒരു പുരുഷന് എത്ര ഭാര്യമാർ വേണമോ ആകാമായിരുന്നു. ബഹുഭാര്യത്വം അനുവദനീയമായിരുന്നു. പിന്നെ ആശ്രമ വ്യവസ്ഥ, അതിനെക്കുറിച്ച് നമ്മൾ പറയും. ആശ്രമ വ്യവസ്ഥ വികാസം പ്രാപിച്ചു. ശൈശവ വിവാഹം, കുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്ന രീതിയുണ്ടായിരുന്നു. സ്വഗോത്ര വിവാഹ സമ്പ്രദായം ഇല്ലാതായി. സ്വന്തം ഗോത്രത്തിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുക, വിവാഹം കഴിക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഇല്ലാതാവുകയും ഉണ്ടായി. ഇനി ഇവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. രാഷ്ട്രീയ സംവിധാനം. ഋഗ്വേദ സമൂഹത്തിൽ ജനം എന്ന് പറഞ്ഞാൽ ഗോത്രം എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? ജനം എന്ന് പണ്ട് കാലത്ത് അവർ പറഞ്ഞിരുന്നത്, ജനം എന്ന്, ഗോത്രം എന്നാൽ ജനം, അതാണ് ജനം അല്ലെങ്കിൽ ഗോത്രം.
എന്നാൽ ഉത്തരവേദ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് ജനപഥങ്ങൾ ഉയർന്നു വരികയുണ്ടായി. രാഷ്ട്രീയ ഘടനയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇടയ വ്യവസ്ഥയിൽ നിന്നും കർഷക വ്യവസ്ഥയിലേക്കുള്ള മാറ്റവും രാഷ്ട്രീയ ഘടനയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുകയുണ്ടായി. രാഷ്ട്രങ്ങൾ നിലവിൽ വന്നതോടെ രാജാക്കന്മാരുടെ പദവിയിലും പ്രവർത്തന രീതിയിലും ഒക്കെ മാറ്റം വന്നു. ഒരു രാജാവ് തൻ്റെ പ്രദേശം സംരക്ഷിക്കണമെന്നുള്ള ഒരു നിയമം, അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ ഉത്തരവാദിത്തമാണ് തൻ്റെ പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ സാമ്രാജ്യത്തിലെ കന്നുകാലികളെ സംരക്ഷിക്കുന്നവൻ, കന്നുകാലികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അങ്ങനെ കാർഷിക ഭൂമിയുടെ അധിപനായി രാജാവ് ഉയർന്നു. പിന്നെന്താണ്, ഋഗ്വേദ കാലഘട്ടത്തിലെ ബലി അഥവാ ധാന്യങ്ങൾ ഉത്തരവേദ കാലഘട്ടത്തിൽ നിർബന്ധമായും കൊടുക്കേണ്ട നികുതിയായി മാറി. ധാന്യങ്ങളുടെ ഒരു നിശ്ചിത അളവ് രാജാവിലേക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. രാജാവിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒരുപാട് പങ്കുണ്ടായിരുന്നു. അതുപോലെ രാജാവ്, നമ്മൾ കേട്ടിട്ടുണ്ട്, രാജസൂയം, അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ സാർവത്രികമായി ഈ കാലഘട്ടത്തിൽ നടത്തിയിരുന്നു. എന്താണ് രാജസൂയം എന്ന് പറയുന്നത്? അതായത് രാജാവ് പരമാധികാരിയാണല്ലേ, അപ്പോൾ രാജാവിന് പരമാധികാരമേകാൻ വേണ്ടി നടത്തിയിരുന്ന യാഗത്തെയാണ് രാജസൂയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. ഏറ്റവും പ്രശസ്തമായത് സങ്കീർണമായതുമായ യാഗം അശ്വമേധം തന്നെയായിരുന്നു. ഇതും രാജാവിനാണ് വിജയവും പരമാധികാരവും നൽകിയത്. അപ്പോൾ ഇവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഇത്രയാണ് പറയുന്നത്. ജനങ്ങളെന്ന് പറഞ്ഞാൽ ഗോത്രങ്ങൾ, അല്ലെങ്കിൽ ഗോത്രങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങൾ. അതായിരുന്നു ഋഗ്വേദ സമൂഹത്തിൻ്റെ ആപ്തവാക്യം തന്നെ. പക്ഷേ പിന്നീട് നമ്മൾ ഈ ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോൾ അവിടെ രാഷ്ട്രീയ ഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ജനപഥങ്ങൾ ഉണ്ടാകുന്നു. രാജാവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. രാജാവ് ഏത് പ്രദേശത്തെ അധികാരിയാണോ ആ പ്രദേശം മുഴുവനായി സംരക്ഷിക്കാൻ അദ്ദേഹം ഉത്തരവാദിയാകുന്നു. കാലിപ്പറ്റങ്ങളെ സംരക്ഷിക്കണം, കൃഷിഭൂമിയെ സംരക്ഷിക്കണം. ഇതെല്ലാം രാജാവിൻ്റെ ഉത്തരവാദിത്തമായി മാറി. രാജസൂയം, അശ്വമേധം തുടങ്ങിയ യാഗങ്ങളൊക്കെ സർവ്വസാധാരണമായി മാറുകയും ചെയ്തു. മനസ്സിലായല്ലോ. ഇനി ഇവരുടെ റിലീജിയസ് ലൈഫ്, അല്ലെങ്കിൽ മതപരമായ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ ലേറ്റർ വേദിക് പീരീഡ്. മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങളുണ്ടായി. മത ആചാരങ്ങളും ആരാധനാ രീതികളും വളരെ കോംപ്ലിക്കേറ്റഡായി തീരുന്ന, സങ്കീർണമായി തീരുന്ന അവസ്ഥയുണ്ടായി. പ്രജാപതി പ്രധാന ദൈവമായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ദൈവമായിരുന്നു പ്രജാപതി. അതുപോലെ തന്നെ ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകൻ്റെ സ്ഥാനത്തേക്ക് വിഷ്ണു എന്ന ദൈവം ഉയർന്നു വരികയുണ്ടായി. പുരോഹിത മേധാവിത്വം ഉണ്ടായിരുന്നു. പുരോഹിത മേധാവിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തോടടുത്ത് നിൽക്കുന്ന പൂജാകാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന അവരുടെ മേധാവിത്വ കാലഘട്ടമായിരുന്നു. ഭൂതപ്രേത പിശാചുകളിലൊക്കെ വിശ്വാസമുള്ളൊരു ജനതയായിരുന്നു ഈ കാലഘട്ടത്തിലെ ജനത. ഇത്രയുമാണ് അവരുടെ മതപരമായ കാര്യങ്ങൾ. അപ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചിലപ്പോൾ റൈറ്റ് ആൻ എസ്സേ ഓൺ ലേറ്റർ വേദിക് പീരീഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ ദ സോഷ്യൽ ലൈഫ് ഓഫ് ആര്യൻസ് ഡ്യൂറിങ് ദി ലേറ്റർ വേദിക് പീരീഡ്. ഉത്തരവൈദിക കാലഘട്ടത്തിൽ ആര്യന്മാരുടെ സാമൂഹ്യ ജീവിത രീതി എന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് ചോദിച്ചാലും ഇത്രയുമാണ് എഴുതാനായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ ഫോംസ് ഓഫ് മാരേജ് ഡ്യൂറിങ് ദി ഏർലി വേദിക് പീരീഡ്? ആദ്യകാല സമൂഹത്തിൽ, പൂർവ്വവേദ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന, ലേറ്റർ വേദിക്കല്ല, ഏർലി വേദിക് പീരീഡിൽ നിലനിന്നിരുന്ന വിവാഹ രീതികൾ ഏതെല്ലാമായിരുന്നു? മോണോഗമി ആൻഡ് പോളിഗമി. മോണോഗമി എന്ന് പറഞ്ഞാൽ ഒരാളിന് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ്, ലേഖ വിവാഹ നിയമം. പോളിഗമി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് എത്ര പേരെ വേണോ ഭർത്താക്കന്മാരാക്കി വയ്ക്കാം, അതുപോലെ ഒരു പുരുഷന് എത്ര ഭാര്യമാർ വേണോ ആകാം. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു ഏതെന്ന് പറയുന്നത് ഏർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ നോട്ട് ഓൺ 4 വേദാസ്. 4 വേദങ്ങളെക്കുറിച്ച് വിവരിക്കുക. നമുക്കറിയാം വേദസംഹിതികൾ 4 എണ്ണമാണുള്ളത് അല്ലേ? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കഴിഞ്ഞ വർഷം ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന് മുന്നേ വർഷങ്ങളിൽ നമ്മൾ നോക്കിയാൽ വേദങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഋഗ്വേദം 1028 സൂക്തങ്ങളുടെ ശേഖരമാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. ഇത് 10 പുസ്തകങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഋഗ്വേദത്തിലെ ഭാഷ സംസ്കൃതത്തേക്കാൾ പഴയ ഒരു ഭാഷയാണ്. സൂക്തങ്ങളിലെ സ്തോത്രങ്ങളുടെ എണ്ണം 1 മുതൽ 58 വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആകെ 10462 സ്തോത്രങ്ങളാണുള്ളത്. അപ്പോൾ സംസ്കൃതത്തെക്കാളും ഏറ്റവും
പ്രാചീനമായ അല്ലെങ്കിൽ അതിനേക്കാൾ പഴയ ഒരു ഭാഷയാണ് ഋഗ്വേദത്തിലുള്ളത്. 1028 സൂക്തങ്ങളുടെ ശേഖരണമാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. ഒരുപാട് സ്തോത്രങ്ങളൊക്കെ ഉള്ളതാണ്. ഇനി സാമവേദം എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തിൽ നിന്ന്, നമ്മളിപ്പോൾ പറഞ്ഞ ഋഗ്വേദത്തിൽ നിന്നും തിരഞ്ഞെടുത്ത സ്തോത്രങ്ങളാണ് സാമവേദത്തിലുള്ളത്. ഇതിന് 2 ഭാഗങ്ങളുണ്ടായിരിക്കും. അതായത് അർച്ചികയും ഉത്തരാർച്ചിതയും, അങ്ങനെ 2 ഭാഗങ്ങളുണ്ടായിരിക്കും. 585 ഋതുക്കളാണ് അർച്ചികയിലുള്ളത്. 3 വരി വേദങ്ങളാണ് ഉത്തരാർച്ചികയിലുള്ളത്. അങ്ങനെ ആകെ 1810 സ്തോത്രങ്ങൾ സാമവേദത്തിൽ ഉണ്ട്. അപ്പോൾ ഋഗ്വേദത്തിൽ നിന്നും തിരഞ്ഞെടുത്തതാണ് സ്തോത്രങ്ങളെയാണ് സാമവേദത്തിലുള്ളത്. സാമവേദത്തിന് 2 ഭാഗങ്ങളുണ്ട്, അർച്ചികയും ഉത്തരാർച്ചിതയും. 585 ഋതുക്കളാണ് അർച്ചികയിലുള്ളതെങ്കിൽ 3 വരി വേദങ്ങളാണ് ഉത്തരാർച്ചികയിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് യജുർവേദം. യജുർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം യജ്ഞങ്ങളുടെയും ചടങ്ങുകളുടെയും, അതായത് ഓരോ യജ്ഞങ്ങളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ ചടങ്ങുകളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ചടങ്ങുകളും മന്ത്രങ്ങളും ഒക്കെ അടങ്ങിയതിനെയാണ് നമ്മൾ യജുർവേദം, യജ്ഞങ്ങൾക്ക് ആവശ്യമായ മന്ത്രങ്ങളും ചടങ്ങുകളും ഒക്കെ അടങ്ങിയതാണ് യജുർവേദം. ഇതിന് 2 പാഠാന്തരങ്ങളും ഉണ്ടായിരിക്കും. ഇനി അഥർവവേദം, 4ാമത്തെ വേദമായ അഥർവവേദത്തിൽ ശത്രുക്കളെയും ഭൂതപ്രേത പിശാചുകളെയും അകറ്റാനുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളുമാണ് അഥർവവേദത്തിലുള്ളത്. അപ്പോൾ രോഗനിവാരണത്തിനുള്ള മന്ത്രങ്ങളും ഉള്ളത് ഏതിലാണ്? അഥർവവേദത്തിലാണ്. അപ്പോൾ വേദസംഹിതകൾ 4ആയിട്ട് വേദങ്ങളെ തരംതിരിക്കാം: ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. അപ്പോൾ ഓരോന്നും എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഫസ്റ്റ് പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് പാർട്ട് വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഓരോ ചാപ്റ്ററും നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പോവുക. താങ്ക് യു.